ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ചെയ്യാത്തവർ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താലേ നിങ്ങൾക്ക് അപ്പോൾ ക്ലാസ്സുകൾ അറിയുകയുള്ളൂ. അപ്പം പിന്നെ നിങ്ങളുടെ സജഷൻസ്, എന്തെങ്കിലും ടഫായിട്ടുള്ള പോർഷൻസ്, നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ് എടുത്തു തരണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അത് റിലേറ്റഡ് ഉള്ള ക്ലാസ്സുകൾ ആദ്യം തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് റിഫ്രാക്ഷൻ വരെയായിരുന്നു. എന്തായിരുന്നു റിഫ്രാക്ഷൻ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് ലൈറ്റ് റേ പതിക്കുമ്പം ആ ഒരു ഡീവിയേഷൻ, സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചുണ്ടാകുന്ന ആ ലൈറ്റ് റേക്ക് ഉണ്ടാകുന്ന ഡീവിയേഷനാണ് റിഫ്രാക്ഷൻ. അപ്പോൾ റിഫ്രാക്ഷൻ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറഞ്ഞു. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാനുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അതിന് മുന്നേ ഇവിടെ പറയുന്നുണ്ട്, ദ എബിലിറ്റി ഓഫ് ലൈറ്റ് ടു അണ്ടർഗോ റിഫ്രാക്ഷൻ ഇൻ എ മീഡിയം ഡിപ്പെൻഡ് ഓൺ ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദി മീഡിയം. എന്താണ്? ഒരു മാധ്യമത്തിൽ അപവർത്തനത്തിന് വിധേയമാകാനുള്ള പ്രകാശത്തിൻ്റെ കഴിവ് ആ മാധ്യമത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പം ആ ഒരു ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കാനുള്ള കഴിവ് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഇൻ ടേൺ റിലേറ്റഡ് ടു ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? അത് നമുക്കറിയത്തില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നാണ്. ദ റോൾ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസൈനിങ് വേരിയസ് ഒപ്റ്റിക്കൽ ഡിവൈസസ്. പല ഒപ്റ്റിക്കൽ ഡിവൈസസും രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് വലിയൊരു പങ്കുണ്ട്. അപ്പം ലെറ്റ്സ് സി വാട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. ഒരു മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയാലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദി റേഷ്യോ ഓഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്യൂത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡും മീഡിയത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ പറയുന്നതാണെന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആയിട്ട് എടുത്തിട്ട് വാക്യൂത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് c ആയിട്ടും മീഡിയത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് v ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഡിവൈഡ് ബൈ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം എന്ന് വെച്ചാൽ n ഈസ് ഈക്വൽ ടു c/v. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. പരീക്ഷയ്ക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇക്വേഷനും പഠിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ? n ഈസ് ഈക്വൽ ടു c/v. അപ്പം n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, c എന്ന് പറഞ്ഞാൽ വാക്യൂത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ്, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മീഡിയം ആണോ അതിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് സിയുടെ വാല്യൂ ആണ്. c എന്ന് പറയുമ്പം 3 × 10⁸ m/s ആണ്. അത് മാറത്തില്ല. അപ്പം അത് പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ തരുമ്പം അത് ചെയ്യാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ സിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പർ തരത്തില്ല. അപ്പം ഇക്വേഷൻ അറിയണമെങ്കിലും ഇക്വേഷൻ അറിഞ്ഞാലും നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഈ വാല്യൂ പഠിച്ചു വെച്ചേക്കണം. ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് താഴെ തന്നേക്കുന്നത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അവിടെ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? 3 മീഡിയങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ? എയർ, ഗ്ലാസ്, വാട്ടർ. അതിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ചെയ്യാം നമുക്ക്. എയറിൻ്റെ ആണ് നമുക്ക് ഫസ്റ്റ് കാണേണ്ടത്. അതിൽ v തന്നിട്ടുണ്ട് 3 × 10⁸ m/s. പിന്നെ c എല്ലായിടത്തും സെയിം ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു എത്രയാണ്? 3 × 10⁸ m/s. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കാണാം? 3 × 10⁸ ഡിവൈഡ് ബൈ താഴെ എന്തിനാണ് വരുന്നത്? 3 × 10⁸ m/s. അപ്പോൾ രണ്ടിടത്ത് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഏതൊരു സംഖ്യയും സെയിം സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അടുത്ത ഗ്ലാസിൻ്റെ സ്പീഡെന്ന് പറയും. ഗ്ലാസ്സിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് 2 × 10⁸ m/s ആണ്. അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുന്നത് 3 × 10⁸ m/s ഡിവൈഡ് ബൈ 2 × 10⁸ m/s. ആൻസർ എത്ര വരും? 1.5. അടുത്ത വാട്ടറിൻ്റെ സ്പീഡ്, വാട്ടറിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് 2 × 25 × 10⁸ m/s. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ 3 × 10⁸ m/s ഡിവൈഡ് ബൈ
2.25 ഇൻറ്റു 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിൻ്റെ എത്ര കിട്ടും? 1.33. മനസ്സിലായോ? ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിനൊന്നും യൂണിറ്റ് ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. അടുത്തതായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4, വാട്ട് ഈസ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്? എന്താണ്? ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.4 ആണ് എങ്കിൽ അതിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്തത്, ഇതുവരെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താനാണ്. പക്ഷേ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, പക്ഷേ സ്പീഡ് കണ്ടെത്തണം. ലൈറ്റിൻ്റെ സ്പീഡ് കണ്ടെത്തണം. എങ്ങനെയാണ് ചെയ്യുന്നത്? സിമ്പിളാണ്. അതേ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.4 ആണ്. അപ്പോൾ 2.4 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁸ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ഈക്വൽ ടു 3 ഇൻറ്റു 10⁸ ഡിവൈഡ് ബൈ 2.4. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1.25 ഇൻറ്റു 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായോ? വേറൊരു ക്വസ്റ്റ്യനുണ്ട് ഇവിടെ. ഹൗ ഇസ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എങ്ങനെയാണ് ലൈറ്റിൻ്റെ സ്പീഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്, അവർ തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചേക്കുന്നത്. ഇതുവരെയുള്ള ഇപ്പോൾ നമ്മൾ ഡയമണ്ട് വരെ ചെയ്ത് നിർത്തിയ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അതിലൂടെയുള്ള ആ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. സ്പീഡ് കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. ഒന്ന് നോക്കിയേ നമ്മൾ ആ ചെയ്തത്. ഈ തന്നേക്കുന്ന 3 മീഡിയത്തിലും ഏറ്റവും കൂടുതൽ ലൈറ്റിന് സ്പീഡുള്ളത് എയറിലാണ്. അവിടെ പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ഉള്ളൂ. ഗ്ലാസ്സിനായപ്പോൾ സ്പീഡ് കുറച്ചുകൂടെ കുറഞ്ഞിട്ട് 2 ഇൻറ്റു 10⁸ മീറ്റർ/സെക്കൻഡ് ആയി. അവിടെ എന്ത് കൊടുത്ത്? എയറിനെക്കാട്ടി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി ഗ്ലാസ്സിന്. അതുപോലെ വാട്ടർ ആയപ്പോൾ സ്പീഡ് കുറച്ചുകൂടെ കുറഞ്ഞു, 2.25 ആയി. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറിനെയും ഗ്ലാസ്സിനെക്കാട്ടി കൂടി 1.33 ആയി. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ലൈറ്റിൻ്റെ സ്പീഡ് കുറയുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നു. മനസ്സിലായോ? അതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ്? ലൈറ്റിൻ്റെ സ്പീഡ് കുറവുള്ള മീഡിയത്തിൽ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും ആ മീഡിയത്തിൽ. അതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ലാസ്റ്റ് അവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈസ് ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ദ സെയിം വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ ആൻഡ് ഫ്രം വാട്ടർ ടു എയർ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദി സെയിം? എന്താണ് ചോദിച്ചേക്കുന്നത്? ഇവിടെ ലൈറ്റിൻ്റെ ഡീവിയേഷൻ സെയിം ആണോ? എപ്പോഴെല്ലാം? എയറിൽ നിന്നും വാട്ടറിലേക്ക് ലൈറ്റ് പോകുമ്പോഴും വാട്ടറിൽ നിന്നും എയറിലേക്ക് ലൈറ്റ് പോകുമ്പോഴും രണ്ട് സാഹചര്യം, രണ്ട് മീഡിയങ്ങളും സെയിം ആണ്. പക്ഷെ ലൈറ്റ് ഒരു കേസിൽ എയറിൽ നിന്ന് വാട്ടറിലേക്കായിരിക്കും, ചിലപ്പം വാട്ടറിൽ നിന്ന് എയറിലേക്കായിരിക്കും. ഈ രണ്ട് സമയത്തും സെയിം മീഡിയങ്ങളാണ്, പക്ഷെ രണ്ടിടത്തു നിന്നാണ് ഇത് പോകുന്നത്. അപ്പം ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ആ ആംഗിൾ, ലൈറ്റ് റേസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ സെയിം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതാണ് നമ്മളിൽ നോക്കാൻ പോകുന്നത്. ഇവിടെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 1.7aയും 1.7bയും. ആദ്യത്തെ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും, എയറിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് റിഫ്രാക്ഷൻ സംഭവിച്ച് വാട്ടറിലേക്ക് പോവുകയാണ് അല്ലേ? ആരോ മാർക്ക് ശ്രദ്ധിക്കണം. അടുത്ത ഫിഗറിൽ സെയിം മീഡിയം തന്നെ, വാട്ടറും എയറും തന്നെ, പക്ഷേ വാട്ടറിൽ നിന്നാണ് ലൈറ്റ് റേ വന്നിട്ട് എയറിലേക്ക് പോകുന്നത്. ഇവിടുത്തെ വ്യത്യാസം മനസ്സിലായോ? എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നു, ദ റേ ഫാളിങ് ഓൺ ദി സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദി 2 മീഡിയം ഈസ് ദി ഇൻസിഡൻറ്റ് റേ. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇൻസിഡൻറ്റ് റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് വീഴുന്ന ആ 2 മീഡിയത്തിൻ്റെയും വിഭജന തലത്തിൽ വന്ന് വീഴുന്ന റേ ആണെന്ത്? ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഒന്നുമില്ല, വന്ന് പതിക്കുന്ന റേ ഏതോ അതിനെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നു. ദ വേ വിച്ച് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ഇസ് ദി റിഫ്രാക്റ്റഡ് റേ. അങ്ങനെ വന്ന് വീഴുന്ന ഇൻസിഡൻറ്റ് റേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുമല്ലോ അടുത്ത മീഡിയത്തിലേക്ക് കയറുമ്പോൾ. ആ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന
റേയെ പറയുന്നതാണ് എന്ത്? റിഫ്രാക്റ്റഡ് റേ. ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ഈസ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. എന്താണ്? റിഫ്രാക്റ്റഡ് റേയ്ക്കും നോർമലിനും ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളാണെന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നോർമൽ എന്ന് വെച്ചാൽ ഇവിടെ ഡോട്ടഡ് ലൈൻ കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നതാണ്, എന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തേക്കുന്നു. അതിനും റിഫ്രാക്റ്റഡ് റേയ്ക്കും ഇടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു ഇൻസിഡൻറ്റ് റേ എന്ന് വെച്ചാൽ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം, അതിനകത്ത് റിഫ്രാക്റ്റഡ് റേ മനസ്സിലാക്കണം, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മനസ്സിലാക്കണം. ഇത് ഇത്രയും മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് ചോദിച്ചേക്കുന്ന രണ്ട് ഫിഗറിലെയും ഇൻസിഡൻറ്റ് റേ ആണ്. ഇൻസിഡൻറ്റ് റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു. എന്തായിരുന്നു? രണ്ട് മീഡിയത്തിൻ്റെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വന്ന് പതിക്കുന്ന റേ പതിക്കുന്ന റേ ആണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ 1.7a ഇൻസിഡൻറ്റ് റേ എന്ന് പറയുമ്പോൾ ആരോ മാർക്ക് ശ്രദ്ധിക്കുക, AB വരുന്ന റേ നോക്കിയാൽ മതി. ഏതാ? AB. സെക്കൻഡ് ഫിഗറിൽ ഏതാണ്? PQ. അത് വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് പോകുന്നത്. അപ്പം ആ താഴെയാണ് എന്ത്? അതിൻ്റെ ഇൻസിഡൻറ്റ് റേ ആയിട്ടുള്ള PQ. അടുത്ത് ചോദിച്ചിരിക്കുന്ന റിഫ്രാക്റ്റഡ് റേ. റിഫ്രാക്റ്റഡ് റേ എന്തുവാണ്? ഇൻസിഡൻറ്റ് റേ വന്നു, അതിന് റിഫ്രാക്ഷൻ സംഭവിച്ച് തട്ടിപ്പോകുന്ന റിഫ്രാക്ഷൻ സംഭവിച്ച് പോകുന്ന റേ ആണ് നമ്മൾ എന്താ പറയുന്നത്? റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫിഗറിൽ അത് BC ആണ്. BC ആരോ മാർക്ക് ശ്രദ്ധിക്കുക, വന്ന് തട്ടിപ്പോകുന്ന റേ ആണ് റിഫ്രാക്റ്റഡ് റേ. അടുത്ത ഫിഗറിൽ അത് QR, എയറിലാണ് അത് കാണപ്പെടുന്നത്, QR. അടുത്ത് ചോദിച്ചിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയിൽ വരുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേതാണ് ഫസ്റ്റ് ഫിഗറിൽ? ആംഗിൾ ABN. അവിടെ 30 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. വരുന്ന ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയിലുള്ളതാണ് ഇൻസിഡൻറ്റ് റേ, ആംഗിൾ ABN. സെക്കൻഡ് ഫിഗറിൽ അതേതാണ്? താഴെ ആ 30 ഡിഗ്രി കൊടുത്തേക്കുന്ന ആംഗിളാണ് ആംഗിൾ PQN. അടുത്ത് വെച്ചിരിക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? റിഫ്രാക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഫസ്റ്റ് ഫിഗറിൽ അത് ആംഗിൾ CBN ആണെങ്കിൽ സെക്കൻഡ് ഫിഗറിൽ അതേതാണ്? ആംഗിൾ RQN. വളരെ സിമ്പിൾ അല്ലയോ? അപ്പം ആ പടം ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ എല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പടം നോക്കി നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ചോദിക്കും, വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത് ചോദിച്ചേക്കുന്നത് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്താണ് ചോദിച്ചേക്കുന്നത്? റിഫ്രാക്ഷൻ സംഭവിച്ച ആംഗിൾ ഇൻസിഡൻറ്റ് ആംഗിളിനെക്കാട്ടി കുറവാണോ കൂടുതലാണോ എന്ന്. ഫസ്റ്റ് ഫിഗർ നോക്കിയേ. ഫസ്റ്റ് ഫിഗറിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. പക്ഷേ അത് റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ ആംഗിൾ എന്തോ കൊടുത്ത്? കുറഞ്ഞ്, അതിനെക്കാട്ടി കുറഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തുവാ? ലെസ് ദാൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അടുത്ത ഫിഗറിൽ അതും 30 ഡിഗ്രി തന്നെ, എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പക്ഷേ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടി, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് അതിനേക്കാൾ കൂടിയത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. മനസ്സിലായോ? ടേബിളിൻ്റെ ബാക്കിയായിട്ട് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡസ് ദി ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം എയർ ടു വാട്ടർ. എന്താണ്? എയറിൽ നിന്നും വാട്ടറിലേക്ക് ലൈറ്റ് റേ സഞ്ചരിച്ചപ്പം അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദി നോർമൽ ഓർ ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ. അപ്പം ഒന്നെങ്കിൽ എന്ത് കൊടുത്ത്? ഇൻസിഡൻറ്റ് റേയെ കാട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോയപ്പം അതെന്ത് കൊടുത്ത്? നോർമലിനോട് അടുത്ത്, അല്ലെങ്കിൽ എന്തെടുത്ത്? നോർമലിനോട് അകന്ന്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ആ ഒരു ഫിഗറിലുണ്ടായിരുന്ന എയറിൽ നിന്നും വാട്ടറിലേക്ക് സഞ്ചരിച്ചപ്പോൾ എന്ത് കൊടുത്ത്? അത് കുറച്ചുകൂടെ നോർമലിനോട് അടുത്തേത്, ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദി നോർമൽ. അതാണ് ഇവിടെ ആൻസർ. ഹൗ ഡസ് ദി ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വാട്ടർ ടു എയർ. തിരിച്ച് വാട്ടറിൽ നിന്നും എയറിലേക്കായപ്പോൾ എന്തെടുത്തു എന്നാണ് ചോദിച്ചത്. അത് എന്തെടുത്തേത്? ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ. നോർമലിൽ നിന്നും അകന്നു പോയത്, ഡീവിയേറ്റ് ചെയ്തത്. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്.
എന്ന് വെച്ചാൽ എയറിൽ നിന്നും വാട്ടറിലേക്ക് പോയപ്പം നോർമലിനോട് അടുക്കുകയും വാട്ടറിൽ നിന്നും എയറിലേക്ക് സഞ്ചരിച്ചപ്പം നോർമലിനോട് അകലുകയും ചെയ്തു. അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഒബ്സർവ് ദി ഫിഗേഴ്സ് ദാറ്റ് ഷോ ലൈറ്റ് പാസിങ് ത്രൂ ഡിഫറെൻറ്റ് പെയേഴ്സ് ഓഫ് മീഡിയ. ഇവിടെ കുറച്ച് ഫിഗറുകൾ തന്നിട്ടുണ്ട്. അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എല്ലാം പെയറായിട്ടാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ഫിഗർ നോക്കി 1.8a. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് അത് ഏതൊക്കെ മീഡിയമാണ് അവിടെ ലൈറ്റ് പാസ് ചെയ്യുന്നത്, ഏതൊക്കെ മീഡിയത്തിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്, എയറും വാട്ടറും. ഇനി നോക്കേണ്ടത് അവിടെ ഏതിൽ നിന്ന് ഏതിലോട്ടാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എയറിൽ നിന്ന് വന്ന് എന്തെടുക്കുന്നു, റിഫ്രാക്ഷൻ സംഭവിച്ച് വാട്ടറിലേക്ക് പോവുകയാണ് ആ ലൈറ്റ് റേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ആ ടേബിള് നമ്മൾ ചെയ്തപ്പോൾ മനസ്സിലായി, ഇൻസിഡൻറ്റ് റേക്ക് റിഫ്രാക്ഷൻ സംഭവിച്ച് അത് ആ റിഫ്രാക്റ്റഡ് റേ ഒന്നുകിൽ നോർമലിനോട് അടുക്കുകയോ അല്ലെങ്കിൽ അകന്ന് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയും ഫിഗർ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനുള്ള ആൻസർ കിട്ടും, നമ്മളത് പഠിച്ചിരിക്കും. അതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാളെ നമുക്കിവിടെ വേണം. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? നമ്മളത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. അത് കാണാത്തവർ, ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ഭാഗം നോക്കിയിട്ട് വരിക. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ഉണ്ട്, റെയറർ മീഡിയം ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഓർഡർ നമ്മൾ പഠിച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ആളെ ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം എന്നും, അവിടെ ഏതായിരുന്നു ഡയമണ്ട്. ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ആളെ ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്നും, അവിടെ എയറും ആയിരുന്നു. എന്നിട്ട് ആ ഒരു ഓർഡർ പഠിച്ചു വെച്ചു. കൂടി വരുന്ന ഓർഡർ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരുന്ന ഓർഡർ നമ്മൾ പഠിച്ചു വെച്ചു. എയർ, പിന്നെ അതിനെക്കാട്ടി കുറച്ച് കൂടുതൽ വാട്ടർ, അതിനെക്കാട്ടി കുറച്ച് കൂടുതൽ ഗ്ലാസ്, അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഡയമണ്ട്. അതുകൊണ്ട് അയാളെ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് വിളിക്കുന്നു. എയറിന് ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയതുകൊണ്ട് അയാളെ ഒപ്റ്റിക്കൽ റെയറർ മീഡിയം എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ മീഡിയം എടുക്കുന്നതിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ആശയം ഇവിടെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫിഗറിലോട്ട് പോവാം. അവിടെ നമ്മൾ പറഞ്ഞു എയറിൽ നിന്നും വാട്ടറിലേക്കാണ് ലൈറ്റ് റേ സഞ്ചരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പം ലൈറ്റ് എന്ത് കൊടുക്കും, നോർമലിനോട്, ആ റിഫ്രാക്റ്റഡ് റേ നോർമലിനോട് അടുക്കും. പഠിച്ചു വെച്ചേക്കുക, അടുക്കും. ഇവിടെ ഓക്കെ ആക്കാമെങ്കിൽ ഇനി അങ്ങോട്ട് സിമ്പിളാണ്. അപ്പം റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ വരുമ്പം നോർമലിനോട് അടുക്കും. അപ്പം തിരിച്ചെങ്ങനെ ആയിരിക്കും, തിരിച്ചാലോചിച്ചാൽ മതി. അപ്പം ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ വരുമ്പം അകലും, നോർമലിനോട് അകന്നായിരിക്കും പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. എയർ എന്ന് പറയുമ്പോൾ അവിടെ തടസ്സങ്ങളൊന്നുമില്ല, ഇല്ലേ, ലൈറ്റിന് സഞ്ചരിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ അതെന്താണ്, റെയറർ മീഡിയമാണ്. ഇവിടെ കമ്പയർ ചെയ്ത് പഠിക്കണം എയറും വാട്ടറും. വാട്ടർ എന്ന് പറയുമ്പം ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എയറിനെക്കാട്ടി കുറച്ച് തടസ്സങ്ങളുണ്ട്. അപ്പം അതെന്ത് കൊടുക്കും, ഒരുപാട് ഡീവിയേറ്റ് ചെയ്ത് പോകത്തില്ല. അതുകൊണ്ട് അതവിടെ ഡെൻസർ മീഡിയം ആയിരിക്കും. അതെന്ത് കൊടുക്കും, അടുക്കുകയായിരിക്കും, നോർമലിനോട് അടുക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എയറിൻ്റെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോവും. മനസ്സിലായോ? ഇവിടെ പഠിച്ചു വെച്ചേക്കുക, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് റേ അടുക്കുന്നു നോർമലിനോട്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പം റിഫ്രാക്റ്റഡ് റേ അകലുന്നു. മനസ്സിലായോ? ഫിഗർ 1.8b നോക്കി, അവിടെ തന്നേക്കുന്ന മീഡിയമാണ് ആദ്യം നോക്കേണ്ടത്, വാട്ടറും ഗ്ലാസും. അടുത്തതായിട്ട് അവരുടെ എവിടെ നിന്നാണ് ലൈറ്റ് റേ സഞ്ചരിക്കുന്നത്. ആരോമാർക്ക് ശ്രദ്ധിക്കുക, ഗ്ലാസ്സിൽ നിന്നും ലൈറ്റ് റേ വന്നിട്ട് റിഫ്രാക്ഷൻ സംഭവിച്ച് വാട്ടറിലേക്ക് പോവുകയാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയെങ്കിൽ ഇനി മൂന്നാമത് നമ്മൾ ഇവിടെ തൊട്ട് നോക്കേണ്ടത് എന്താണ്, ഇതിലേതാണ് ഡെൻസർ മീഡിയം, ഏതാണ് റെയറർ മീഡിയം, ഏതാണ്, ഗ്ലാസ് ആണ് ഡെൻസർ മീഡിയം. അത് കഴിഞ്ഞ് റെയറർ മീഡിയം വാട്ടർ. അപ്പം ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് ലൈറ്റ് റേ പോകുന്നത്. അപ്പോൾ എന്തെടുക്കും, നമുക്ക് ഫിഗർ പോലും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്, അകലുന്നു. ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുമ്പം അകലുന്നു. ഓർത്തു വയ്ക്കാൻ, ഇവിടെ ഗ്ലാസും വാട്ടറും അല്ലേ, ഏതിനായിരിക്കും കുറച്ച് പാട് ലൈറ്റ് പോവാൻ വേണ്ടി? കമ്പയർ ചെയ്ത് നോക്കുമ്പം ഗ്ലാസ്സിനായിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യാൻ പാട്. അടുത്ത വാട്ടർ ആകുമ്പോൾ എന്താണ്, ഗ്ലാസ്സിനെക്കാട്ടി സ്മൂത്തായിട്ട് ലൈറ്റിന് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇവിടെ നല്ല സ്മൂത്തായിട്ട് പറ്റാത്ത ആളാണ് ഡെൻസർ മീഡിയം. ഗ്ലാസ് ആണ് ഡെൻസർ മീഡിയം, വാട്ടറാണ് റെയറർ മീഡിയം. അപ്പം ഗ്ലാസ്സിൽ നിന്നും വാട്ടറിലേക്ക് ലൈറ്റ് റേ പോകുമ്പം എന്ന് വെച്ചാൽ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ പോകുമ്പോൾ
റിഫ്രാക്റ്റഡ് റേ എന്തെടുക്കും? നോർമലിൽ നിന്നും അകലുന്നു. മനസ്സിലായോ? അടുത്ത ഫിഗർ ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തനിയെ പറയാൻ പറ്റുന്നുണ്ടായിരിക്കും. അടുത്ത ഫിഗർ സി നോക്കിയേ. അവിടെ തന്നേക്കുന്ന ഫിഗറുകൾ എയറും വാട്ടറും. അവിടെ നമ്മൾ ഡെൻസർ മീഡിയം റെയറർ മീഡിയം ഒന്നും നോക്കിയില്ലെങ്കിലും നമുക്കറിയാം. നമ്മൾ റിഫ്രാക്ഷൻ പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. അവിടെ ചരിഞ്ഞ് പതിക്കണം. റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ ലൈറ്റ് റേ ചരിഞ്ഞ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കണം. ഇവിടെ പക്ഷേ ഒരു ചരിവുമില്ല, നോർമലായിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. മനസ്സിലായോ? റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. അടുത്ത ഫിഗർ 1.8D. അതിൽ മീഡിയം ഏതൊക്കെയാണ്? എയറും ഗ്ലാസും. അടുത്തതായിട്ട് നോക്കേണ്ടത് ഏത് മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് റേ സഞ്ചരിച്ച് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? ആരോമാർഗം ശ്രദ്ധിക്കുക. ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക്. ഗ്ലാസ്സിൽ നിന്നും എയറിലേക്കാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഫിഗർ നോക്കുമ്പോൾ അറിയാം, അടുക്കുകയാണോ അകലുകയാണോ? നോർമലിനോട് അകന്ന് പോവുകയാണ് എയർ ചെന്നപ്പം റിഫ്രാക്റ്റഡ് റേ അല്ലേ? അപ്പം ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെൻസർ മീഡിയം, എയർ എന്ന് പറയുമ്പം എന്താണ്? എയർ എന്ന് പറയുമ്പോൾ അവിടെ റെയറർ മീഡിയമാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പം അകലുന്നു. റിഫ്രാക്റ്റഡ് റേ നോർമലിനോട് അകലുന്നു. അടുത്ത ഫിഗർ ഈ നോക്കിയേ. അവിടെ രണ്ട് മീഡിയം വാട്ടറും ഗ്ലാസ്സുമാണ്. അടുത്ത് നോക്കേണ്ടത് അടുത്ത ഒന്നും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് മനസ്സിലായി അവിടെ ചരിഞ്ഞല്ല ലൈറ്റ് റേ പതിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല, നേരെ തന്നെ ലൈറ്റ് റേ പോവുകയാണ്. അടുത്ത ഫിഗർ ഐ നോക്കിയേ. അവിടെ രണ്ട് മീഡിയം ഏതൊക്കെയാണ്? എയറും ഗ്ലാസും. അടുത്ത് നോക്കേണ്ടത് ലൈറ്റ് റേ എവിടെ നിന്നാണ് സഞ്ചരിച്ച് വരുന്നത്? എയറിൽ നിന്ന് വന്നിട്ട് റിഫ്രാക്ഷൻ സംഭവിച്ച് ഗ്ലാസ്സിലേക്ക് കയറുകയാണ് അല്ലേ? എയറിൽ നിന്നാണ് വരുന്നത്. ആരോമാർഗം ശ്രദ്ധിക്കുക. അപ്പം റിഫ്രാക്ഷൻ സംഭവിച്ചപ്പോൾ ഈ റിഫ്രാക്റ്റഡ് റേ അടുക്കുകയാണോ അകലുകയാണോ ചെയ്യുന്നത്? അവിടെ നല്ല വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാവും, അടുക്കുകയാണ് ചെയ്തത്. നമുക്കിപ്പോൾ കാരണം അറിയാം. എന്തുകൊണ്ടാണ്? എയറിൽ നിന്നാണ് വന്നത്, എയറും ഗ്ലാസ്സുമാണ്. അവിടെ റെയറർ മീഡിയം ഒപ്റ്റിക്കലി റെയറർ മീഡിയം എയറും ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ഗ്ലാസ്സുമാണ്. അതുകൊണ്ട് തന്നെ അത് നോർമലിനോട് അടുക്കുന്നു. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഈ ഫിഗർ. എന്നിട്ട് ഇത് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ആർ ദി ഫിഗേഴ്സ് ഇൻ വിച്ച് ദ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്കലി ഫ്രം ആൻ ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം? ഏതൊക്കെ ഫിഗറിലാണ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്ത്? ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫിഗർ നോക്കിയേ, എയറിൽ നിന്നും വാട്ടറിലേക്കാണ്. അപ്പോൾ അവിടെ എയർ എന്ന് പറയുമ്പോൾ റെയറിൽ നിന്നും ഡെൻസറിലേക്കാണ്. അപ്പോൾ എ വരില്ല. ബി നോക്കിയേ, അത് ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്കാണ്. അതപ്പോൾ എന്താണ്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ്. അപ്പോൾ ബി വരും. സി വരുമോ? സി കാരണം എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് ആരോമാർഗം കൊടുത്തേക്കുന്നത്. എയർ റെയറർ മീഡിയമാണ്, അപ്പോൾ അതില്ല. അടുത്ത ഡി നോക്കിയേ, ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക്. അപ്പോൾ വരും. ഗ്ലാസ്സാണ് ഇവിടെ ഡെൻസർ മീഡിയം, അപ്പം ഡി വരും. അടുത്ത ഇ നോക്കിയേ. നിങ്ങൾ നോർമലി പോകുന്ന റേ ആണെന്ന് കരുതി നോക്കാതെ പോകരുത്. ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വന്നിരിക്കുന്ന ഫിഗറുകൾ ഏതൊക്കെയാണെന്നേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പം ഇവിടെ പറയുന്നത് ഇവിടെ ഏതൊക്കെയാണ്? ഗ്ലാസ്സിൽ നിന്നും വാട്ടറിലേക്കാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ്. അപ്പം ഇയും വരും. അടുത്ത ഫിഗർ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ്. അപ്പോൾ എയർ അവിടെ റെയറർ മീഡിയമാണ്, അപ്പോൾ അത് വരില്ല. അപ്പോൾ ഫിഗർ ബി, ഡി, ഇ, ഈ 3 ഫിഗറുകളായിരിക്കും വരുന്നത്. അടുത്തത് ഇൻ ദിസ് കേസ് ടു വിച്ച് ഡയറക്ഷൻ ഡസ് ദി റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്? ഈ പറഞ്ഞ കേസിൽ എന്ന് വെച്ചാൽ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പം എവിടേക്കായിരിക്കും ലൈറ്റ് റേ റിഫ്രാക്റ്റ് ചെയ്യുന്നത്? എന്ന് വെച്ചാൽ നോർമലിനോട് അടുക്കുകയാണോ അകലുകയാണോ? നമുക്കിപ്പോൾ അറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തെടുക്കും? നോർമലിനോട് അകലുകയാണ്. ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുമ്പം എബേ ഫ്രം ദി നോർമൽ. അടുത്തത് ചൂസ് ദി ഫിഗേഴ്സ് ഇൻ വിച്ച് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദി നോർമൽ. എങ്കിൽ നോർമലിനോട് അടുക്കുന്ന ഫിഗറുകൾ നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഏതൊക്കെ വരും? എ വരും. അതറിയാം, എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ് വരുന്നത്. അപ്പം ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പം അടുക്കുന്നു. ആ ഫിഗർ കണ്ടാലും നമുക്ക് മനസ്സിലാവും. അടുത്ത വരുന്നതാണ് നോക്കി എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്. അത് നമ്മൾ പറയേണ്ട കാര്യം കൂടിയില്ല, നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം എയും എന്തെടുക്കുന്നത്? നോർമലിനോട് അടുക്കുന്ന ഫിഗറുകൾ ഇവിടെ. ഇത്രയും മനസ്സിലായോ?
അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സിറ്റുവേഷൻ വിൽ എ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമൽ ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ? എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് സിറ്റുവേഷനിലാണ് ലൈറ്റ് റേ നോർമലിനോട് അടുക്കുന്നത്, ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമൽ ഏത് സമയത്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് സമയത്താണ്? ഫ്രം ആൻ ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം. എന്താണ്? റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോഴാണ് ടുവേർഡ്സ് ദി നോർമൽ ആവുന്നത്, നോർമലിനോട് അടുക്കുന്നത് ലൈറ്റ് റേ. അടുത്ത ക്വസ്റ്റ്യൻ, ദർ ഈസ് നോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ഫിഗർ 1.8c ആൻഡ് 1.8e. വാട്ട് മേ ബി ദ റീസൺ? ഈ രണ്ട് ഫിഗറിലും സിയിലും ഇയിലും റിഫ്രാക്ഷൻ നടക്കുന്നില്ല, എന്താണ് കാരണം എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം അവിടെ എന്താണ് നോക്കുമ്പോഴേ മനസ്സിലാവും, ലൈറ്റ് റേ നേരെയാണ് വന്ന് പതിക്കുന്നത്. ചരിഞ്ഞു വന്ന് പതിച്ചാൽ മാത്രമേ അവിടെ റിഫ്രാക്ഷൻ നടക്കുകയുള്ളൂ. എ റേ ഇൻസിഡൻറ്റ് നോർമലി അറ്റ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ. ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻറ്റ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ കോളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണിത്. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്നുകൂടെ നോക്കാം. എക്സാമിന് ഇത് ബേസ് ആയിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ ഇതറിയത്തില്ലെങ്കിൽ നമുക്ക് ആ ആൻസറിലോട്ട് എത്താൻ സാധിക്കില്ല. ഫസ്റ്റ് പോയിൻറ്റ്, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ the incident ray, the refracted ray and the normal at the point of incidence will be on the same plane. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇൻസിഡൻറ്റ് റേ ആയാലും റിഫ്രാക്റ്റഡ് റേ ആയാലും നോർമൽ ആയാലും ഒരേ പ്ലെയിനിലായിരിക്കും നിൽക്കുന്നത് ഇല്ലേ? നമ്മൾ എല്ലാ ഫിഗറും നോക്കിയപ്പോൾ എല്ലാം ഒരു പ്ലെയിനിലാണ് നമ്മൾ വരച്ചത് ഇല്ലേ? ഇത് മൂന്നാക്കിയാണ് നമ്മൾ വരച്ചത് അല്ല, ഒരു പ്ലെയിനിൽ തന്നെയാണ് ഇൻസിഡൻറ്റ് റേ വരുന്നതും റിഫ്രാക്റ്റഡ് റേ പോകുന്നതും നോർമൽ നിൽക്കുന്നതും എല്ലാം ഒരു പ്ലെയിനിൽ തന്നെയാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്തത്, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദി നോർമൽ. അടുത്ത പോയിന്റ്, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ. ഈ രണ്ട് പോയിൻറ്റൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതൊന്നുകൂടെ മനസ്സിലാക്കാൻ, ഇനിയും ഡൗട്ടുള്ളവർക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. വെറുതെ ഒന്ന് ആലോചിക്കുക. ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുന്ന ഒരു ടൈം ഡെൻസർ മീഡിയം ആയിട്ട് എടുക്കുക. അപ്പോൾ എന്തെടുക്കും? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യമായ A+ അടുത്തോണ്ടിരിക്കും. അതേസമയം റെയറർ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നില്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, മാർക്കൊക്കെ നല്ല കുറവുള്ള ടൈമാണ്. അപ്പം നിങ്ങൾ എന്തെടുക്കുക? നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും അകന്നു പോവുകയാണ്. അപ്പം ഇവിടെ റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പം നോർമലിനോട് അടുക്കും എന്ന് വെച്ചാൽ ഡെൻസർ മീഡിയത്തിലോട്ടാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് അടുക്കും. അതേസമയം ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്താൽ അത് എവേ ഫ്രം ദി നോർമലാണ്, നോർമലിൽ നിന്ന് അകന്നു പോവുകയാണ്. എന്നുവെച്ചാൽ റെയറിലോട്ടാണ് വന്നത്, നമ്മൾ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും അകന്നു പോവുകയാണ്. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് പഠിക്കാതെ കഷ്ടപ്പെടാതൊക്കെ വന്നു കഴിഞ്ഞാൽ A+ എന്ന ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം ആർക്കെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ആലോചിച്ച് വെച്ച് ആ ഒരു കൺഫ്യൂഷൻ അവിടെ നിന്ന് മാറ്റുക. അടുത്ത പോയിന്റ്, എ റേ ഇൻസിഡൻറ്റ് നോർമലി അറ്റ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയംസ് ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. എന്താണ് പറയുന്നത്? നോർമലി നേരെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല, അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകുന്നു. മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. ഇത്രയും കാര്യം എല്ലാവർക്കും വൃത്തിയായി മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസും ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രചോദനമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.